By exercise of diligence, we found the summons may be served by leaving one of the duplicate from the adult members of his family with him. Service when person summons cannot be found. ഒരു വാക്ക് നമ്മൾ സമൻസ് അയച്ചു, അയാളെ കണ്ടു കിട്ടുന്നതേ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? ബി സെർവ്ഡ് ബൈ ലീവിംഗ് വൺ ഓഫ് ദ ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ഹിം വിത്ത് സം അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി റിസൈഡിങ് വിത്ത് ഹിം. ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അഡൽട്ട് മെമ്പർ ഓഫ് ഹിസ് ഫാമിലി. സി പി സിയിൽ പറയുന്നത് അഡൽട്ട് മെയിൽ മെമ്പർ ഓഫ് ഹിസ് ഫാമിലി. സി പി സിയിൽ മെയിൽ ഉണ്ട്, സി ആർ പി സിയിൽ എന്തില്ല? മെയിൽ എന്ന് പ്രത്യേകം പറയുന്നില്ല. ഹിം വിത്ത് സം അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി റിസൈഡിങ് വിത്ത് ഹിം and the person with whom summons is so left shall, if required by serving officer, sign a receipt thereof on the back of other duplicate. ആർക്കാണോ സമൻസ് കൊടുക്കുന്നത് അയാളെ കൊണ്ട് ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ ബാക്കിൽ ഒപ്പിടിച്ച് വാങ്ങണം. മനസ്സിലായോ? അവിടെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സമൻസ് ഇൻ സിവിൽ കേസ് ആൻഡ് ക്രിമിനൽ കേസ് എന്ന് ചോദിച്ചാൽ അവിടെ അഡൽട്ട് മെയിൽ മെമ്പർക്ക് കൊടുക്കണമെന്നാണ് സി പി സിയിൽ പറയുന്നത്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സി ആർ പി സിയിൽ മെയിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, മെമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എക്സ്പ്ലനേഷൻ: എ സെർവന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഫാമിലി വിത്തിൻ ദ മീനിങ് ഓഫ് ദി സെക്ഷൻ. ഇവിടെ ഒരു സെർവന്റ് ആണെങ്കിൽ സെർവന്റിന് കൊണ്ട് കൊടുത്തിട്ട് ഫാമിലി മെമ്പർ ആണെന്ന് പറയരുത്. ഓക്കെ, അടുത്തത്. If service cannot be exercised, due diligence be effected as provided in subsection 64. അടുത്തെന്താ പറഞ്ഞ? പ്രൊസീജിയർ when service cannot be effected as before provided. 66 പ്രകാരം സർവീസ് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? If service cannot be exercised on the due diligence be effected as provided in സർവീസ് cannot be effected as before provided. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് സർ? 66 പ്രകാരമോ 65 പ്രകാരമോ 64 പ്രകാരമോ സമൻസ് സെർവ് ചെയ്തില്ല എങ്കിൽ ഈ സർവീസ് cannot be exercised, due diligence be effected to provide in section 64, section 65 or 66. The serving officer shall affix one of the duplicate of summons to some conspicuous part of the house. Conspicuous part of the house എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ഡോറിന്റെ നടുക്ക് തന്നെ ഒട്ടി. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന സ്ഥലം, അതാണ് കോൺസ്പിക്കസ് പാർട്ട് ഓഫ് ദ ഹൗസ്. ചിലർ ഗേറ്റിൽ ഒട്ടിക്കും, ചിലർ ഗേറ്റ് കടന്ന് ഫ്രണ്ട് ഡോറിൽ ഒട്ടിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. പാർട്ട് ഓഫ് ദ ഹൗസ് ഓർ ഹൗസ് homestead in which the person summons only reside. അയാൾ ആ വീട്ടിലല്ല താമസിക്കുന്നത്, അയാൾ തൊട്ടടുത്തൊരു വളപ്പുരയുണ്ട്, അവിടെയാണ് അയാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. കൃഷിസ്ഥലത്തിനോട് ചേർന്നൊരു വളപ്പുരയുണ്ട്, അവിടെയാണ് സമൻസ് എങ്കിൽ അവിടെ ഒട്ടിക്കും. ആൻഡ് thereupon the court, after making such enquiry as it think fit, may either declare that summons to be duly served. അപ്പോ സമൻസ് ഡ്യൂലി സെർവ് ചെയ്തെന്ന് ആര് ഡിക്ലെയർ ചെയ്യും? കോടതി ഡിക്ലെയർ ചെയ്യും. ഓർ ഓർഡർ ഫ്രഷ് സമൻസ് ഇൻ സച്ച് ആസ് കൺസിഡേഴ്സ് പ്രോപ്പർ. അപ്പൊ ഒരു തവണയും കൂടെ സമൻസ് പോയി വരട്ടെ,